സ്മാർട്ട് ഫോണിന്റെ വരവോടെ ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വാച്ച്, ക്ലോക്ക്, ടോർച്ച്, ടൈം പീസ്, കലണ്ടർ, വാലറ്റ്, ബുക്സ് തുടങ്ങി ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ വരെ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നല്ല ക്ലാരിറ്റിയുള്ള സ്പീക്കറുകൾക്ക് സ്മാർട്ട് ഫോൺ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാധാന്യം നൽകിയിരുന്നില്ല. എന്നാൽ റെഡ്മി K90 Pro Max ബോസ് എന്ന ബ്രാൻഡുമായി കൊളാബറേറ്റ് ചെയ്ത് സബ് വൂഫർ വെച്ച് തന്നത് വലിയ സ്വീകാര്യതയോടെയാണ് സ്മാർട്ട് ഫോൺ ലോകം സ്വാഗതം ചെയ്തത്. എന്നാൽ ഇന്ത്യയിലേക്ക് ഇത് എത്തുന്നത് പോക്കോ F8 Ultra ആയിട്ടാണ്. 2.1 സ്പീക്കർ സെറ്റപ്പ് ആണിത്. ബോസ് എന്ന സ്പീക്കർ ബ്രാൻഡുമായി കൊളാബ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ബാഡ്ജിങ് സ്പീക്കറിന് നൽകിയിട്ടുണ്ട്. ഒരു ടാബ്ലറ്റ് ലെവൽ 1620 സ്പീക്കർ ആണിത്. 16/20 ആണ് ഈ സബ് വൂഫറിന്റെ സൈസ് വരുന്നത്. ഇതിനൊപ്പം 1115 ഫ്രീക്വൻസിയുടെ ഡ്യുവൽ സ്പീക്കർ കൂടി വരുന്നുണ്ടാകും. ഒരു സ്പീക്കർ ഫോണിന്റെ മുകൾ വശത്തും ഒരു സ്പീക്കർ ഫോണിന്റെ താഴെ വശത്തുമാണ് വരുന്നത്. ഫോൺ ലാൻഡ്സ്കേപ്പിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും ബാക്കിൽ നിന്നും ക്ലിയർ സൗണ്ട് കിട്ടും. ഫോൺ വെർട്ടിക്കലായി ഉപയോഗിക്കുമ്പോൾ ടോപ്പ് സ്പീക്കർ ലെഫ്റ്റ് ചാനലായും ബോട്ടം സ്പീക്കർ റൈറ്റ് ചാനലായും പ്രവർത്തിക്കും. പോക്കോ F8 അൾട്രയുടെ സൗണ്ട് ടെസ്റ്റ് അനുസരിച്ച് നല്ല ക്ലിയർ സൗണ്ടിനൊപ്പം 26 ലൗഡ്നെസ് ലെവൽ ആണ് കിട്ടുന്നത്. ഫോക്കൽസും ട്രിബിൾസും എല്ലാം ക്ലീനായി ഡെലിവർ ചെയ്യാൻ ഒരു നല്ല ഹെഡ്സെറ്റ് പോലെ ഈ 3 സ്പീക്കറുകൾക്ക് ഒരുമിച്ച് കഴിയുന്നുണ്ട്. പോക്കോ F8 അൾട്രയെ ഏറ്റവും ആകർഷകമാക്കുന്നത് ഈ സൗണ്ടിങ് കോൺഫിഗറേഷൻ ആണ്. ഫോണിന്റെ മറ്റു ഫീച്ചറുകൾ നോക്കുമ്പോൾ 6.9 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. മികച്ച റെസൊല്യൂഷനുള്ള ഫുൾ RGB സബ് പിക്സൽ സ്ട്രക്ചർ ആണ് ഇതിൻ്റെത്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും 480 ഹെർട്സ് വരെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യും. HDR10, HDR10+, ഡോൾബി വിഷൻ, 68 ബില്യൺ കളേഴ്സ് ഒക്കെയുള്ള 12-ബിറ്റ് സ്ക്രീൻ ആണിത്. 2000 നിറ്റ്സ് ഹൈ ബ്രൈറ്റ്നസ് ആണ് സ്ക്രീനിന് ഉള്ളത്. 1 നിറ്റ് ബ്രൈറ്റ്നസിലേക്ക് വരെ കുറച്ച് ഉപയോഗിക്കുവാൻ കഴിയും. ഇതിന്റെ റിഫ്രഷ് റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ യൂസിന് 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആയിരിക്കും കിട്ടുക. ഇതുവഴി ബാറ്ററി ചാർജ് സേവ് ചെയ്യും. എന്നാൽ കൂടുതൽ റിഫ്രഷ് റേറ്റ് ആവശ്യമുള്ള ഗെയിമിങ്ങിന് ഒരു ടൈറ്റിൽ കാണിച്ച് നമ്മൾ അലൗ ചെയ്യുന്നതിലൂടെയാണ് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റിലേക്ക് കടക്കുക. പോക്കോ F8 അൾട്രയ്ക്ക് 6500 mAh ബാറ്ററിയാണ് വരുന്നത്. 100 വാട്ട്സ് ചാർജിംഗ് സ്പീഡ് ഉണ്ട്. 50% ചാർജ് 15 മിനിറ്റ് കൊണ്ട് ചെയ്യാനാകും. വയർലെസ് ചാർജിംഗ് നൽകുന്ന പോക്കോയുടെ 3ാമത്തെ ഫോണാണിത്. ഇതിൽ നൽകിയിരിക്കുന്ന ഹൈപ്പർ OS സെറ്റിംഗ്സിൽ സ്മാർട്ട് ചാർജിംഗ് എന്ന ഒരു ഫീച്ചർ കൂടി നൽകുന്നുണ്ട്. അതുവഴി 80% വരെ വേഗത്തിൽ ചാർജ് ചെയ്ത ശേഷം പെർഫോമൻസിന് പ്രാധാന്യം നൽകി ചാർജിംഗ് സ്പീഡ് കുറയ്ക്കുവാൻ കഴിയും. ആൻഡ്രോയിഡ് 16 വരുന്ന ഹൈപ്പർ OS 3 ആണ് നൽകിയിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5ന്റെ ചിപ്സെറ്റ് ആണ് നൽകിയിരിക്കുന്നത്. 4.6 GHz 3.62 GHz വരുന്ന CPUകളും Adreno 840 GPUവുമാണ് ഇതിലുള്ളത്. UFS 4.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. 27 ലക്ഷം തുടങ്ങി 39 ലക്ഷം വരെയാണ് ആന്റി-2 സ്കോർ ഉള്ളത്. 10876 ഗീഗ് ബെഞ്ചും 6864 3D മാർക്ക് സ്കോറുമാണ് കാണിച്ചിരിക്കുന്നത്. 6300 mm² വേപ്പർ ചേംബർ കൂളിംഗ് നൽകിയിട്ടുണ്ട്. ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സൽ ഉള്ള 3 ക്യാമറകളാണ് പിന്നിൽ നൽകിയിരിക്കുന്നത്. പ്രൈമറി ക്യാമറ വൈഡ് ആംഗിളും അടുത്തത് പെരിസ്കോപ്പ് ലെൻസും അടുത്തത് അൾട്രാ വൈഡ് ലെൻസുമാണ്. ആദ്യ 2 ക്യാമറകൾക്കും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. ഹൈ എൻഡ് റെസൊല്യൂഷൻ നൽകുന്ന വീഡിയോഗ്രാഫിക്ക് ഗൈറോ EIS-ഉം ഉണ്ട്. ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സൽ ആണ്. ഫോണിന് അണ്ടർ ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ഇതൊരു ബേസിക്കലി ഗെയിമിംഗ് ഫോൺ ആണ്. ഒപ്പം നല്ല ക്യാമറ പെർഫോമൻസും നൽകുന്നുണ്ട്. ബ്ലാക്ക്, വൈറ്റ്, ഡെനിം ബ്ലൂ എന്നീ 3 കളർ വേരിയന്റുകളാണ് ഇതിന് നൽകിയിട്ടുള്ളത്. 65,000 ആണ് പ്രതീക്ഷിക്കുന്ന വില. iQ15 അല്ലെങ്കിൽ OnePlus 15 പോലെ മികച്ച ഒരു പെർഫോമൻസ് ആൻഡ് ക്യാമറ ഫോൺ ആണിത്. ഒപ്പം iQയിലും OnePlusലും നൽകാത്ത മികച്ച 2 സ്പീക്കറുകൾ കൂടി ഇതിൽ വരുന്നുണ്ട്. ഒപ്പം ഒരു സബ് വൂഫർ ബോസിന്റെ സ്പീക്കറോ. പോക്കോ F8 അൾട്രയെ വ്യത്യസ്തമാക്കുന്നത് ഇതാണ്. ഈ ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.